ആ നമസ്കാരം. വരണം. ഇരിക്കണം. എന്തൊക്കെ വിശേഷം സാറേ? ഓ ഇങ്ങനെ കഴിയുന്നു. സാധാരണക്കാർക്ക് വേണ്ടി ഈ ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പം യുവമാരുടെ പ്രതിഷേധമോ ഭീഷണിയോ വല്ലതും ഉണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടുകാരാണ്ട് അങ്ങനെ ഒരു വൈരാഗ്യമൊന്നുമില്ല. പിന്നെ ഈ ഫ്ലെക്സ് ഒക്കെ ഇങ്ങനെ ബോർഡൊക്കെ കൊണ്ട് ഇങ്ങനെ വെക്കും. അത് 2 ഗ്രൂപ്പുകാർ വയ്ക്കാറുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. സാറേ, ഈ ബ്രഹ്മം കാളയുടെ മുൻവശത്ത് ബാർബർ ഷാപ്പിട്ടേക്കുന്ന ഒരു ദിവാരമുണ്ട്. അവൻ ഉറയിലിട്ടിരുന്ന ഒരു കത്തി എടുത്തോണ്ട് ആളുകളെ ഇടയിൽ കിടന്ന് വെളുത്തി എന്നൊക്കെ പറഞ്ഞ ചില തള്ളലുണ്ടല്ലേ, അതൊക്കെ വാർത്തം തന്നെ. അല്ല, അത് അദ്ദേഹം SFIയുടെയും അതുപോലെ തന്നെ യുവജന സംഘടനയൊക്കെ സജീവമായി നേതാവാകുന്ന ഒരാളാണല്ലോ. ആ പരാക്രമങ്ങളായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം പറയുന്നത്. അതിലൊക്കെ ഇത്രത്തോളം വാസ്തവം കൊണ്ട് നമ്മൾ കാര്യമൊക്കെ നമുക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹം പതിവായിട്ട് പറയുന്നുണ്ട്. 10-80 വയസ്സായില്ലേ, ഇനിയെങ്കിലും ഈ തള്ളലൊന്ന് നിർത്താൻ വേണ്ടി വീട്ടുകാർക്കെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? അത് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഭരണത്തിന്റെ ഒരു ശൈലിയാണ്. വീമ്പ് പറച്ചിലാണ്. അത് കേട്ടുകൊണ്ട് പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ കേരളത്തിന്റെ സ്ഥിതി പരിതാപകരമാണ്. അതെ, ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ എത്തുന്നതിനിടയ്ക്ക് 3 യവന്മാര് പ്രശ്നം ഉണ്ടാക്കിയത്. പോലീസ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ നോക്കുമോ സാറേ? ഞാൻ ഷോക്കഡായി പോയി കേട്ടോ. കാരണം ഗവർണറെ രാജ്ഭവനിൽ ചെന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന കിട്ടുന്ന എത്ര ചെക്കിങ് കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത്. കാരണം അങ്ങനെയാണ്. അത് ഗവർണർ എന്ന് പറയുന്ന ആ ഒരു വലിയ ഭരണഘടനാ സ്ഥാപനമാണ്. അദ്ദേഹത്തിന് വഴിയാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടാൽ തീർച്ചയായിട്ടും ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വളരെ അവിശ്വസനീയമായി തോന്നി. പിള്ളേരെ ഇറക്കി വിട്ട് ഗവർണറെ വരട്ടാന്നാണ് ഉന്നതങ്ങളിൽ ചിലവർ വിചാരിച്ചത്. ഞാൻ ചോദിച്ചേ, ഗവർണറുടെ റൂട്ട് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സമയത്താണ് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ റൂട്ട് അറിയുക. ഞാൻ മനസ്സിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തലത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നിരിക്കണം. അതാണ് ഗവർണർ പറഞ്ഞത്. കേട്ടില്ലായിരുന്നു? ഗവർണർ പറഞ്ഞല്ലോ, ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ടത്. ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ പോണെന്നാണല്ലേ ഇവരുടെ പരാതി. വാസ്തവത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ ചുവപ്പുവൽക്കരിച്ചത് CPM ആണ്. അപ്പൊ സാറേ, ഈ വഴിതടയില് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആയിരിക്കുമോ? മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, CPM സെക്രട്ടറി സഖാവ് ഗോവിന്ദന്റെയും ഒത്താശ ഇതിന് പിന്നിലുണ്ട്. അമ്മാച്ചനെ കൊണ്ടേ നിവർത്തിയില്ല. മരുമോനും തുനിഞ്ഞിറങ്ങിയേക്കല്ലേ ഗവർണറെ തടഞ്ഞ പിള്ളേർക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞേക്കുന്നേ. അല്ല, അത് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെടുത്ത മന്ത്രി പറയാണ് ഈ ഗവർണറെ ആക്രമിച്ച പയ്യന്മാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അയാളെ അപ്പൊ പുറത്താക്കേണ്ടതാണ്. അപ്പോ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്ന ഇയാള് മന്ത്രിയായിട്ടിരിക്കാൻ പാടില്ല. 1ാം പൗരന് കേരളത്തില് യാത്ര ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായാൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ശരി തന്നെ, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി തിരിച്ച് വീട്ടിൽ ചെന്ന് പറ്റിയ വീട്ടുകാരെ ഭാഗ്യം. അപ്പൊ ശരി സാറേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടാ. നമസ്കാരം. ആജ്ഞാപിച്ചിട്ട് ശൗചാലയ വണ്ടിയിൽ ലോകം ചുറ്റണ നേതാക്കന്മാരും വഴി കിടന്ന് അടികൊള്ളാൻ പാവപ്പെട്ട പിള്ളേരും കുട്ടി കൊരങ്ങന്മാരെ കൊണ്ട് ചൂട് ചോറ് വാരി തിന്നിക്കണ യാർപാട് യാത് വാ.